നമസ്കാരം. RBC ന്യൂസിലേക്ക് സ്വാഗതം. ഷാജാൻ. ഞാനൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് പറയും. സാധാരണ നമ്മൾ പുഴയോ എൻ്റെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയാണ്. പുഴയിലൊക്കെ കുളിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ പുഴയിലൊക്കെ കുളിക്കുന്നവർക്ക് കാലൊക്കെ നല്ലൊരു തേച്ചേരി എപ്പോഴും നല്ല ക്ലീനായിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്നവരുടെ എല്ലാ കാലുകളും ശരീരമൊക്കെ ഈ നല്ല വെള്ളമാണ്, ഔഷധമുള്ള വെള്ളം, അതല്ല നമ്മുടെ വീട്. അപ്പോൾ ചൈനയിലൊക്കെ എന്ന് പറയുമ്പോൾ ചൈനയിലൊക്കെ ഒരു കാൽ നല്ല പ്രാധാന്യം കൊടുക്കും. കുറച്ച് ഒരു ഒരു മാസം 2 മാസം കൂടിയിരിക്കുന്ന എല്ലാവരും നല്ലൊരു മസാജ് കാലിന് കൊടുക്കും. മാസം 2 മാസം കൂടിയിരിക്കുമ്പോൾ കാലിന് നല്ല മസാജ് കൊടുക്കും. അതുമാത്രമല്ല, എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കാനും വൃത്തിയായിട്ടിരിക്കാനും ഒക്കെ അവരൊരു ടിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടിപ്പെന്ന് പറയുമ്പോൾ ഇപ്പം നല്ല തണുത്ത വെള്ളമാണ്, ഇതല്ല വേണ്ടത്. നമ്മളൊരു കാല് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കാല് കുത്തി വയ്ക്കുക. അതോടെ അതിന് ആ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ വലിയ തിളച്ച് ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാരണ നോർമൽ വെള്ളം. അപ്പോൾ അതിനകത്തൊരു നാരങ്ങ നല്ലതുപോലെ പിഴിഞ്ഞിട്ട് അല്പം ഷാമ്പൂ ഒഴിച്ച് കാല് കുറച്ച് നേരം ഇങ്ങനെ ഇറക്കി വയ്ക്കണം. ഇറക്കി വയ്ക്കുമ്പോൾ നമ്മുടെ കാലിനകത്തുള്ള അഴുക്കും അത് എല്ലാം ഉടനക ഉൾപ്പെടെ ഇതെല്ലാം ക്ലീനാവും. എന്നിട്ട് നമ്മളൊരു നാരങ്ങയുടെ തൊണ്ടോ അല്പം ചകിരി എന്ത് വേണമെങ്കിലും എടുക്കാം. ആ ഷാമ്പു കൊണ്ട് നല്ലതുപോലെ കാലിന് ഉരയ്ക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ നഖത്തിനിടയ്ക്കുള്ള ചെളി മൊത്തം പോവും, അഴുക്ക് മൊത്തം പോവും, നല്ല ക്ലീനായിട്ട് എപ്പോഴും ഇരിക്കും. അതിനേക്കാൾ ഈ കാലിനടിയിലുള്ള ഈ പാദത്തിനടിയിലുള്ള തോലുകളൊക്കെ ചെത്തി ക്ലിയറാക്കാറുണ്ട്. തായ് മസാജിങ്ങിലും അത് നല്ലപോലെ ചെയ്യാറുണ്ട്. ചൈനയിലും തായ്ലാൻഡിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കംബോഡിയയിലെല്ലാം ഇത്തരം മസാജിങ് ധാരാളമുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവരുടെ കാല് നന്നായിട്ടിരിക്കും. കാല് നന്നായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് നല്ലൊരു ഉന്മേഷം കിട്ടും. എപ്പോഴും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മെസ്സേജാണ്. നമ്മൾ ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് കുറച്ച് ഒരു നാരങ്ങ കംപ്ലീറ്റ് അതിനകത്ത് പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഒരല്പം ഷാമ്പൂ ഒഴിച്ച് ഒരു 15 മിനിറ്റോളം കാല് കുത്തി വയ്ക്കുക വെള്ളത്തിൽ. എന്നിട്ട് അതിനുശേഷം ഈ നാരങ്ങ എടുത്തിട്ട് അല്പം ഷാമ്പൂ അതിനകത്ത് വരച്ച് നല്ലപോലെ കാലിന് എല്ലാ സ്ഥലത്തും വരയ്ക്കുക. നമുക്ക് അല്പം ചകിരി വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മറ്റ് നമ്മൾ സാധാരണ തേച്ച് വയ്ക്കാൻ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകാം. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്, എല്ലാവരും ചെയ്തു നോക്കണം. ഒരുപാട് കാലിനൊക്കെ നല്ല ഉന്മേഷം ഉണ്ടാവും. കാലിൻ്റെ ഈ ഭാഗത്താണ് ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ കൂടുതലും മർമ്മങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടത്തേക്ക് ഒരു ഉന്മേഷം കിട്ടും, ഒരു മസാജിങ് കിട്ടും. എപ്പോഴും കാലുമെല്ലാം വെളുത്ത് വൃത്തിയായിട്ടിരിക്കും. പുഴയിലൊക്കെ കുളിക്കുന്നവരും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കല്ലിലൊക്കെ ഉരച്ച് കഴുകുന്നവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അല്ലാത്തവരൊന്നും ചെയ്തു നോക്കണം, കാല് നല്ല ക്ലീനായിട്ടിരിക്കും.